എന്റെ അള്ള അങ്ങനെ നടന്നു നടന്ന് ബസ് സ്റ്റോപ്പ് എത്തി. ആരെയും കാണുന്നില്ലല്ലോ. ഇനിയിപ്പോ ബസ്സൊന്നും ഈ സമയത്ത് ഉണ്ടാവില്ലേ? സീറ്റിൽ പോയിരിക്കാം, ബസ് വരുമ്പോ വരട്ടെ. ഉയ്യന്റെ അള്ളോ, ഉയ്യന്റെ അമ്മോ, കാല് നല്ല വേനയുണ്ടല്ലോ. അയ്യോ ആന്റി, ആന്റിക്ക് എന്തെങ്കിലും പറ്റിയോ? അതാരാ? ആന്റി വീഴുന്നത് ഞാൻ കണ്ടായിരുന്നു. ആന്റി ഞാൻ പിടിച്ചെണീപ്പിക്കണോ? തന്നെ എണീക്കാൻ കഴിയോ? കാലിന് കുറച്ച് വേനയുണ്ട്, പക്ഷെ സാരമില്ല, ഞാൻ എണീറ്റോളൂ. ആന്റി തന്നെ എണീക്കണ്ട ആന്റി, ഞാൻ സഹായിക്കാം. വേദന ഉണ്ടെന്നല്ലേ പറഞ്ഞേ. ആന്റി ഇതാ ആന്റിയുടെ ബാഗ്. താങ്ക് യു മോളെ. ഇന്നത്തെ കാലത്ത് ഇങ്ങനെ മോളെ പോലെയുള്ള കുട്ടികൾ അപൂർവമാണ്. ഞാൻ വീണപ്പോ തന്നെ മോളെ എന്നെ സഹായിക്കാൻ വന്നല്ലോ. അല്ല, മോളും ബസ് കയറാൻ വന്നയാണോ? അല്ല ആന്റി, ഇവിടെ അടുത്ത എന്റെ വീട്. ഞാൻ കുറച്ച് സാധനമെല്ലാം വാങ്ങിക്കാൻ വേണ്ടി വന്നയാ. തിരിച്ച് വീട്ടിൽ പോകുമ്പോഴാണ് ആന്റി വീണ് കിടക്കുന്നുണ്ട്. എന്നാ ശരി ആന്റി, ഞാൻ പോകുന്നേ. നല്ല മോള്. അയ്യോ, അവളുടെ പേര് ചോദിക്കാൻ വിട്ടുപോയല്ലോ. സ്റ്റോപ്പിനകത്ത് കയറിയിരിക്കാം. എന്തിനാ വെറുതെ വെയിൽ കൊള്ളുന്നേ? കാല് നല്ല വേനയുണ്ട്. അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ എന്റെ ആളും ഉണ്ട്. നമ്മളെ ഒന്നിച്ചിരിക്കുന്നു, അവരെ ഒന്നിച്ചിരിക്കുന്നു. ഇതന്നെയാ ട്രൂ ലവ്. പക്ഷെ അവര് നമ്മളെ മൈൻഡ് ആക്കുന്നില്ലല്ലോ. അതെല്ലാം ആക്കിക്കോളൂ. ഇപ്പൊ ക്ലാസ്സിൽ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അത് ശരിയാ. ഉത്കർഷ്, ആഷിഖ്, എന്താ ക്ലാസ്സിലൊരു സംസാരം? ഒന്നില്ല ടീച്ചറെ, ഞങ്ങൾ പഠിപ്പിക്കുന്ന കാര്യത്തിനെ പറ്റി സംസാരിച്ചാ. എന്ത് പഠിപ്പിക്കുന്നത്? അയ്യോ പറ്റില്ലല്ലോ, നീ എന്തെങ്കിലും പറഞ്ഞ് ഒപ്പിക്കേ. ഞാനെന്ത് പറയാനാ? എന്തേലും പറ വേഗം. രണ്ടാളും പിന്നെയും തുടങ്ങിയല്ലോ. ഞാൻ തന്നെ പറയാ. ടീച്ചർ ഇപ്പൊ ക്ലോക്കിനെ പറ്റിയല്ലേ പഠിപ്പിച്ചേ. അപ്പൊ ഞങ്ങൾ സമയത്തിനെ പറ്റി സംസാരിക്കായിരുന്നു. അല്ല, നിങ്ങൾ സമയത്തിനെ പറ്റി എന്താ സംസാരിച്ചേ? അത് സമയം വിലപ്പെട്ടതാണല്ലോ ടീച്ചറെ. അതെ, അതിന് ഓരോ സെക്കൻഡ് അമൂല്യമാണല്ലോ. ആണ്. അതിനെന്താ? അല്ല, അപ്പൊ നമുക്ക് സമയം കളയണ, ക്ലാസ്സിലോട്ട് കടന്നൂടെ? ഇനി രണ്ടാളും ക്ലാസ്സിലിരുന്ന് വർത്താനം പറയുന്നത് ഞാൻ കാണട്ടെ. രണ്ടാളും ഞാൻ പിടിച്ച് പുറത്താക്കും. ഉത്കർഷ്, ക്ലോക്കിലെ ചെറിയ സൂചി 3-ലും വലിയ സൂചി 6-ലും ആണെങ്കിൽ സമയം എത്രയാണ്? അയ്യോ, ഇതിപ്പോ എങ്ങനെ പറയാ? 3-ലോ 6-ലോ? അപ്പോൾ എങ്ങനെ പറയാ? കിട്ടിപ്പോയി ടീച്ചറെ, സമയം 3:06. എന്തെന്ന്? ബെസ്റ്റ്. ഇന്നലെ വീട്ടിൽ പോയിട്ട് അതെല്ലാം പഠിക്കാൻ പറഞ്ഞിട്ട് ഒന്നും പഠിച്ചിട്ടില്ലല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞ ഉത്തരം തെറ്റാ? അതേലോ. പക്ഷെ 3 മണി എന്നുള്ളത് ശരിയായിട്ട് പറഞ്ഞു. ഉത്കർഷിന് ഒരു ചാൻസ് കൂടി തരാം. ഒന്നുകൂടി ആലോചിച്ച് സമയം പറഞ്ഞേ. എടാ 30. കിട്ടി ടീച്ചറെ, 30:03. ജള്ള ആയിച്ചേക്കനെ പറഞ്ഞു കൊടുത്താലും തിരിയില്ലേ? അല്ല ഉണ്ണി, ഈ 30 നിനക്കാരാ പറഞ്ഞേ? അയ്യോ, ഇപ്പൊ എന്റെ പേര് പറയാ. ഞാൻ തന്നെ പറഞ്ഞ ടീച്ചറെ, ആരും പറഞ്ഞു തന്നിട്ടില്ല. രക്ഷപ്പെട്ട്. എന്നാലേ മോനൊരു കാര്യം ചെയ്യ്. എന്താ ടീച്ചറെ? റഫ് നോട്ടിൽ ഒരു 10 പ്രാവശ്യം ക്ലോക്കിന്റെ ചിത്രം വരച്ചിട്ട് 3:30 വരുന്ന രീതിയിൽ സൂചി ക്രമീകരിച്ച് വെക്കുക. 10 പ്രാവശ്യം? എന്താ കുറഞ്ഞു പോയോ? എന്നാ ഒരു 20 പ്രാവശ്യം വരച്ചോ. അല്ല ടീച്ചറെ, ഡാടാ മിണ്ടാതെ നിക്ക്. ഇനി നീ ചിലപ്പോ മിണ്ടിയാലേ ചിലപ്പോ അത് 30 ആവും. എന്താ ഉത്കർഷ്, എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല ടീച്ചറെ, ഞാൻ വരച്ചോളാന്ന് പറഞ്ഞാ. എന്നാ അവിടെ ഇരുന്നോ. താങ്ക് യു ടീച്ചർ. നിനക്ക് മര്യാദക്ക് സമയം പറഞ്ഞാന്നുണ്ടായിരുന്നോ? എത്ര പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞു 30 എന്നിട്ടല്ലേ നീ കൊണ്ടുപോയിട്ട് 30:03 എന്ന് പറഞ്ഞേ? അതൊരു അബദ്ധം പറ്റി പോയതല്ലേ. ഇതിന് അബദ്ധം എന്നല്ല പറയാ, മണ്ടത്തരെന്നാ. അടുത്തതാണ് നീ ആൻസർ പറഞ്ഞു തരുമ്പോ ഫുള്ളായിട്ട് പറഞ്ഞാൽ മതി. എന്തിനാ ഫുള്ളായിട്ട് ആൻസർ മാത്രം ആക്കുന്നേ? നിന്റെ എക്സാം കൂടി ഞാൻ എഴുതി തരാം. അതൊക്കെ നിനക്ക് ബുദ്ധിമുട്ടാവില്ലേ? അങ്ങനെ പറ്റുവായിരുന്നെങ്കിൽ നീ എന്നെ കൊണ്ട് എക്സാം എഴുതിപ്പിച്ചേനല്ലേ? ചോദിക്കാനുണ്ടോ? തീർച്ചയായിട്ടും എഴുതിപ്പിച്ചേനെ. ജുണ്ണി, നിന്നെ ഞാൻ നമിച്ച്.